സമസ്ത നേരത്തെ പറഞ്ഞല്ലോ, സമസ്തയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും നിസ്സഹകരണമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. ആശയപരമായി ഞാൻ പറഞ്ഞു, പല വിഷയത്തിലും ആശയപരമായ ഒരു ഒളിച്ചു കടത്തൽ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ഈ ഒളിച്ചു കടത്തൽ കൃത്യമായി നിർവഹിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം സമസ്തയെ തകർക്കാൻ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ചില ഏറ്റവും അടുത്ത ആളുകളോട് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമസ്തയെയും ലീഗിനെയും നമ്മൾ രണ്ടാക്കണം, തെറ്റിക്കണം, സമസ്തയെയും പണക്കാട് തങ്ങന്മാരെയും തെറ്റിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് അടുത്ത ആളുകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയത് അവരിൽപ്പെട്ട വാഫികളായ ഇപ്പോൾ വാഫികളായി അദ്ദേഹത്തോട് താല്പര്യമില്ലാത്ത പലരും നമ്മളോട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഈ വിദ്യാർത്ഥികളോടും മറ്റൊക്കെ അദ്ദേഹം പറയുന്ന ഓരോരോ വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ ഈ ഒളിച്ചു കടത്തൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഉപോത്പലകമായ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത് അഖില ലോക സുന്നി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സമസ്ത രൂപീകൃതമായത് തന്നെ സമസ്തയുടെ ഒരു നിലപാട്. ഇപ്പോൾ പൊതുവിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരായിട്ടും സഹകരിക്കും. എന്നാൽ ആശയപരമായി സമസ്ത ഉൾക്കൊള്ളുന്ന ആ ഒരു തനിമ നിലനിർത്തുന്ന ഒരാശയമുണ്ട്. ആ ആശയത്തോട് എതിര് നിൽക്കുന്ന ആളുകളുമായി അകലം പാലിക്കണം എന്നത് നമ്മുടെ ഒരു നിലപാടാണ്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല എന്നും. എന്നാൽ നമുക്ക് ഒരാൾ ഒരു വീട്ടിൽ കല്യാണം ഉണ്ടായി പോകാൻ പാടില്ല എന്നൊന്നുമല്ല. അതേ സമയത്ത് ഒരു ആശയപരമായുള്ള ആ ഒരു അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരു അകലം പാലിക്കണം എന്നുള്ളത് തന്നെയാണ് സമസ്തയുടെ നിലപാട്. അതായത് ഇങ്ങനെ ഒരു സഭ എവിടെയാണുള്ളത്? എല്ലാ ഭാഗങ്ങളിലും പ്രധാനമായും നല്ലൊരു പണ്ഡിതനുണ്ടാവും. ആ പണ്ഡിതന്റെ ശിഷ്യന്മാരും മറ്റൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈജിപ്തിലൊക്കെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന അസ്ഹർ പോലത്തെ ഉണ്ടാവും. ഇവിടെയുള്ള അസ്ഹറിലെല്ലാ തരം ആളുകളുണ്ടാവും. അതേ സമയത്ത് അതിൻ്റെ ഷെയ്ഖുൽ അസ്ഹർ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളും അതിൻ്റെ പ്രധാന അംഗങ്ങളൊക്കെ സമസ്ത അംഗീകരിക്കുന്ന അതേ തരത്തിലുള്ള ലൈനിലുള്ള ആളുകളാണ്. അവരൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അവരായിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ ഞാൻ SNEC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഈജിപ്തിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി സംസാരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ ഇപ്പോൾ അടുത്ത് കേരളം സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ആ വിഷയത്തിലൊക്കെ ഞങ്ങൾ പലരുമായി ഇടപെടാറുണ്ട്. അതേ സമയത്ത് ഈ സമസ്ത ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കേരളത്തിൽ ഈ സമസ്തയുടെ ശക്തമായ ഇടപെടലുള്ളത് കൊണ്ട് ഈ പുത്തനാശയങ്ങളോടും ഇത്തരത്തിലുള്ള തീവ്രവാദ സമീപനങ്ങളോടൊക്കെ ഒരു വെറുപ്പ് സമൂഹത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. മലപ്പുറത്തൊരു ഓവർപൈസുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളിൽ അതിലങ്ങനെ ചർച്ച സാധിക്കും തങ്ങളുടെ നേതൃത്വത്തിൽ വെച്ചിരുന്നു. പക്ഷെ അതിൽ ഒരു വിഭാഗം എത്തിയില്ല. അന്ന് സാധിക്കും തങ്ങളെ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെ വരുന്നില്ല എങ്കിൽ അത് ധിക്കാരപരമാണ് എന്നായിരുന്നു. അപ്പോ അത് ഞാൻ നേരത്തെ പിന്നെ മൊയ്‌നുട്ടി മാഷും പറഞ്ഞു, ഞാനും തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ സമസ്ത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന വിഷയമാണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്ന് കർശനമായ നിർദ്ദേശം ഞങ്ങൾക്കുണ്ട്. അതിന് അവരോട് ചോദിക്കണം. ഞങ്ങൾ ആ വിഷയത്തിൽ ഈ CAC-യുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി, മറ്റു കാര്യങ്ങളൊക്കെ അതിന് മറ്റൊരു അവസരത്തിൽ അതിന് അവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. 24 കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വിവാഹത്തിന്റെ കാര്യം ഉൾപ്പെടെ വിവാഹത്തിന്റെ നിയമം ഇല്ലാന്ന് പറയുന്നത്, വിവാഹം കഴിക്കരുതെന്ന നിയന്ത്രണമില്ല. അത്തരം നിയന്ത്രണങ്ങളൊക്കെ മാറ്റി ഈ 9 കാര്യത്തിൽ 1-2 കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോ കാര്യം സമസ്ത ആവശ്യപ്പെട്ട ലെറ്ററുകളുണ്ടല്ലോ, ആവശ്യപ്പെട്ട ലെറ്ററുകൾ കൊടുത്തു. അതിന് തന്ന മറുപടി ഒക്കെ നെഗറ്റീവാണ്. അതിൻ്റെ ഒക്കെ രേഖകൾ ഇവിടെ ഉണ്ട്. ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഈ 9-ലും ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഇതാണ് യഥാർത്ഥം. ആവശ്യം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ രേഖ പുറത്തു വിടാവുന്നതാണ്. എല്ലാ ബന്ധവും ഒഴിവാക്കി എന്ന് പറയുമ്പോഴേ സമസ്തയുടെ കീഴിലുള്ള ചില കോളേജുകൾ, ഇപ്പോൾ മാർക്കസ്, വളാഞ്ചേരി മാർക്കസ് ഉൾപ്പെടെ CAC അഫിലിയേറ്റഡ് ആണ്. ആ ബന്ധം തുടരും. അത് നമ്മളന്ന് ആ വിഷയത്തിൽ ചർച്ച ചെയ്തത് അത്തരം വിഷയങ്ങൾ എങ്ങനെ ഇനി കൈകാര്യം ചെയ്യണം, പെട്ടെന്ന് നിർത്തി ഇനിയൊരു പ്രയാസം ഉണ്ടാക്കാത്ത വിധത്തിൽ അതെങ്ങനെ ഇനി അവസാനിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിന് ഒരു സമിതി രൂപീകരിച്ചിട്ട് ചർച്ച തുടരാം എന്നാണ്. അത് കൃത്യമായി എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏകദേശം സമസ്ത നേരിട്ട് നടത്തുന്നത് അങ്ങനെ ഇല്ല. സമസ്ത വളാഞ്ചേരി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ് വളാഞ്ചേരി മാർക്കസ് ഉള്ളത്.
പിന്നെ ചില ആധാരങ്ങൾ സമസ്തക്കനുസരിച്ചേ പോവാവൂ എന്ന് രേഖപ്പെടുത്തിയതുണ്ട്. ചില ആധാരങ്ങളിൽ ജനറൽ ബോഡി തീരുമാനിച്ചാൽ പോലും അതിനെ മറികടക്കാൻ മുഷാവറക്ക് അധികാരമുണ്ട് എന്ന് എഴുതി വെച്ച ഭരണഘടന പോലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചർച്ചയിലൂടെ പരിഹരിക്കാം. നമ്മൾ പെട്ടെന്ന് ചെന്ന് അതൊക്കെ ഇതാക്കുന്ന ഒരു അവസ്ഥ ഏതായാലും ഉണ്ടാവില്ല. നമുക്കത് ചർച്ചയിലൂടെ പരിഹരിക്കാം. CEC-യുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടോ? അതായത് ഇവരുടെ മൊത്തത്തിലുള്ള ജനബോഡി തീരുമാനിച്ചാൽ പോലും മുഷാവറ ഒരു തീരുമാനം എടുത്താൽ അതിന് മറികടക്കാൻ പറ്റുന്നു? അല്ല, അതൊക്കെ ആകെ സമസ്തക്ക് അതിൽ ഇത് ഉണ്ടായിരുന്നു, ക്ലോസ് ഉണ്ടായിരുന്നു. അതുപോലെ എടുത്തു മാറ്റുകയാണല്ലോ ചെയ്തത്. ഈ ലഡു വിതരണത്തിലെ ഈ കുട്ടിയോട് ക്യാമ്പസിൽ ലഡു വിതരണം ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോഴാണ് അത് അങ്ങനെയുള്ള ലഡു വിതരണമാണ് നടന്നിട്ടില്ല, പ്രമേയമാണെന്നാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഞാൻ ഒറ്റ കാര്യം അതിൽ പറയുന്നുള്ളൂ. പിന്നെ ഈ ആള് അധികം താമസിക്കാതെ ആ സ്ഥാപനത്തിൽ നിന്ന് പോവേണ്ടി വന്നിട്ടുണ്ട്. അധികം താമസിക്കാതെ ഈ കോഴ്സും അവിടെ നിർത്തലാക്കിയിട്ടുണ്ട്. 8 വർഷമായി വാഫി കോഴ്സ് അവിടെ നിന്ന് പിൻവലിച്ച് മറ്റൊരു കോഴ്സാണ് നടത്തുന്നത്. ഇനി നിങ്ങൾ അന്വേഷിച്ചോളൂ.